വെൽക്കം ബാക്ക്. ഹെവി കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ലൈലാൻഡ് യു ട്രക്ക് 4220 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതായത് യു ട്രക്കാണ്, പക്ഷേ ക്യാപ്റ്റൻ സീരീസിൻ്റെ ഒരു ഫ്രണ്ട് പോലെ ഉള്ള സെറ്റപ്പിലാണ് അത് വരുന്നത്. നമ്മുടെ കസ്റ്റമർ തന്നെയാണ് PJ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആലത്തൂർ നമ്മുടെ മംഗലം ഡാമിൻ്റെ ഒക്കെ അടുത്തുള്ള PJ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഹൈബ്രിഡ് ഇലക്ട്രിക്കിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഇതിക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല 2 വലിയ ബാറ്ററിയാണ് ഇതിന് ഓൾറെഡി വരുന്നത്. അതായത് 150H രണ്ട് ബാറ്ററിയാണ് വരുന്നത്. 24 വോൾട്ട് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ AC ഇട്ട് നമുക്ക് വിശ്രമിക്കാനും പറ്റും. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് കിട്ടും. ഒരു 5 തുടങ്ങി 8 മണിക്കൂർ വരെ നമുക്ക് ബാക്കപ്പ് കിട്ടും ഈ പറഞ്ഞ സിസ്റ്റത്തിന്. ഓൾറെഡി നമുക്ക് ഡീസലിൻ്റെ ചിലവെന്ന് പറയാൻ മാതിരിയൊന്നും വലിയ കാര്യമായിട്ടൊന്നും വരാനുമില്ല അതിനകത്ത്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ AC ഇട്ട് കിടക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക്. അതും ആ ബാറ്ററിയിൽ തന്നെ, കമ്പനി വരുന്ന ബാറ്ററിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ AC ഇട്ട് കിടക്കുകയും ചെയ്യാം. പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സ്റ്റാർട്ടാവുകയും ചെയ്യും. ഒരു ബാറ്ററിയുടെ ഒരു സ്വല്പം വോൾട്ട് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ACയുടെ സിസ്റ്റം കംപ്ലീറ്റ് ഓഫ് ആവും. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ AC വർക്കാവില്ല. അതായത് ഒരു കാരണവശാൽ AC ഇട്ട് കിടന്നതെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകാതെ വരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല നിലവിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെയധികം നല്ല കനത്തിലുള്ള 1.25 ഇഞ്ച് കനത്തിലുള്ള ഒരു ബീഡിങ് വരുന്നുണ്ട്, റബ്ബർ ബീഡിങ് വരുന്നുണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിന്. അതിൻ്റെ അടിയിൽ തന്നെ അതിനൊരു ഗമ്മുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ് നമ്മളത് ഒട്ടിക്കുകയാണ് ചെയ്യുക. അതുകൂടാതെ ഒരു ഡബിൾ സേഫ്റ്റി എന്നുള്ള രീതിക്ക് നമ്മൾ അതിനോട് ചുറ്റും സിലിക്കോൺ ബോണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു കാരണവശാലും അതിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്യില്ല. ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സംശയമാണത്. ഒരു കാരണവശാലും ലീക്ക് ചെയ്യില്ല. പിന്നെ അതുകൂടാതെ ഈ സിസ്റ്റം അടിയിൽ നിന്ന് നല്ല വലിയ 2 C ക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കനത്തിലുള്ള 2 C ക്ലാമ്പ് വെച്ചിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ടൈറ്റിങ് വരുന്നതുകൊണ്ട് തന്നെ ഈ 1.25 ഇഞ്ചിൻ്റെ റബ്ബർ ബീഡിങ് വളരെ നന്നായിട്ട് ചുരുങ്ങും. അത്രയധികം പ്രസ്സായിട്ട് അത് 1 ഇഞ്ചിലോട്ടായിട്ട് ചുരുങ്ങും. അപ്പോൾ അത്രയും പ്രസ്സായി ചുരുങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വെള്ളം ലീക്കേജ് വരില്ല. അതേപോലെ തന്നെ അത് എയർ ടൈറ്റും ആയിരിക്കും. അപ്പോൾ വെള്ളം ലീക്കേജ് വരുന്നൊരു പ്രശ്നം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അത് പോരാത്തതിന് ഏറ്റവും ടോപ്പിലിരിക്കുന്നതുകൊണ്ട് തന്നെ തണുത്ത എയറിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡായിട്ട് അത് വരികയും ചെയ്യും. ഇപ്പോൾ നമുക്ക് വേറെ മൈലേജിന് ഒരു കാരണവശാലും ബാധിക്കില്ല. നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് ആകെ പുറത്തേക്ക് വരുന്ന 2 വയർ മാത്രമാണ്. ഈ വയറിൻ്റെ കണക്ഷൻ നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ എഞ്ചിനായിട്ട് സത്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.